Hi students, today we will discuss about the second module and the first topic in second module is Thevenins theorem. First of all, we will go to the definition of Thevenins theorem. Thevenins theorem states that any two-terminal network having a number of voltage, current and resistances have a number of voltage, current sources and resistances that can be replaced by a simple equivalent circuit that consisting of single voltage source in series with a resistance, where the value of the voltage source is equal to the open circuit voltage across the two terminal network, and the resistance is equal to the equivalent resistance measured between the terminals, with all the energy sources are replaced by their internal resistance. This is the definition for Thevenins theorem. Actually, Thevenins theorem is used to reduce a circuit in order to get an equivalent circuit. Suppose there is a complex network, we can convert that complex network into a simple network consisting of a voltage source and a series resistance. And the Thevenins theorem will help you to find the equivalent resistance in terms of Thevenins voltage and Thevenins resistance. So its definition gives that it states that any two-terminal network, linear network, this network should be linear, then only we can apply Thevenins theorem. So Thevenins theorem states that any two-terminal linear network having a number of voltage sources and current sources and resistances can be replaced by a simple equivalent circuit consisting of a single voltage source that is in series with the resistance. അതായത് തെവനിൻസ് തിയറം എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലീനിയർ രണ്ട് ടെർമിനലുള്ള ഒരു ലീനിയർ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ സപ്പോസ് ആ നെറ്റ്വർക്കിൽ തന്നെ ഒരുപാട് വോൾട്ടേജ് സോഴ്സസും കറണ്ട് സോഴ്സും റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വാലൻ്റ് സർക്യൂട്ടാക്കി മാറ്റാൻ കഴിയും. ആ ഇക്വാലൻ്റ് സർക്യൂട്ടിലും ഒരു വോൾട്ടേജ് സോഴ്സും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു സീരീസ് റെസിസ്റ്റൻസും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഒരു സിംഗിൾ വോൾട്ടേജ് സോഴ്സും ഒരു റെസിസ്റ്റൻസും ആക്കി മാറ്റുന്നത്. അപ്പോൾ ആ വോൾട്ടേജ് സോഴ്സിൻ്റെ വാല്യൂ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വോൾട്ടേജ് സോഴ്സിനെ VTH എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ റെസിസ്റ്റൻസിനെ RTH എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വോൾട്ടേജ് സോഴ്സിൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്യൂട്ടിൻ്റെ ഒരു ലോഡ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടാവും. ആ ലോഡ് റെസിസ്റ്റൻസിനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് അതിനെ ഒരു ഓപ്പൺ ടെർമിനലാക്കി മാറ്റും. എവിടെയാണ് ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നത് സർക്യൂട്ടിൽ, ആ ലോഡ് റെസിസ്റ്റൻസിനെ റിമൂവ് ചെയ്യും. അപ്പോൾ അതൊരു ഓപ്പൺ ടെർമിനലായി മാറും. അപ്പോൾ ആ ഓപ്പൺ ടെർമിനലിന് അക്രോസുള്ള വോൾട്ടേജ് ആണ് തെവനിൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, VTH എന്ന് പറയുന്നത്. ഇനി റെസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടി തെവനിൻസ് റെസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോഡ് റെസിസ്റ്റൻസ് മാറ്റി വെച്ചിട്ട് അതിനൊരു ഓപ്പൺ ടെർമിനലാക്കും. അതോടൊപ്പം തന്നെ എല്ലാ വോൾട്ടേജ് സോഴ്സസിനെയും അതിന് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് വോൾട്ടേജ് സോഴ്സിനാണെങ്കിൽ അതിന് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, കറണ്ട് സോഴ്സിനാണെങ്കിലും അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. എല്ലാ എനർജി സോഴ്സിനെയും അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വെച്ച് റീപ്ലേസ് ചെയ്തിട്ട് ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്ന ടെർമിനൽ ഏതാണോ ആ ടെർമിനലിലൂടെ തന്നെയുള്ള അതിന് അക്രോസുള്ള റെസിസ്റ്റൻസ് എത്രയാണോ കിട്ടുന്നത് ആ റെസിസ്റ്റൻസ് ആണ് തെവനിൻസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ലീനിയർ നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്, അതിൽ ഒരുപാട് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കാം, കറണ്ട് സോഴ്സസ് ഉണ്ടായിരിക്കാം, വോൾട്ടേജ് സോഴ്സ് ഉണ്ടായിരിക്കാം. ഇത്രയും ഉള്ള ഒരു കോമ്പിനേഷനുള്ള ഒരു നെറ്റ്വർക്കിനെ നമുക്ക് ഒരു സിംഗിൾ വോൾട്ടേജ് സോഴ്സും ഒരു സീരീസ് റെസിസ്റ്റൻസ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാമെന്നാണ് തെവനിൻസ് തിയറം പറയുന്നത്. അപ്പോൾ ആ സിംഗിൾ വോൾട്ടേജ് സോഴ്സ് ആണ് VTH എന്ന് റെപ്രസെൻറ്റ് ചെയ്യും, ആ റെസിസ്റ്റൻസിന് RTH എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ VTHൻ്റെ വാല്യൂം RTHൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ VTH എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വോൾട്ടേജ് നെറ്റ്വർക്കിൻ്റെ ലോഡ് റെസിസ്റ്റൻസ് റീപ്ലേസ് ചെയ്യും. എന്നിട്ട് ആ ലോഡ് റെസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജ് എത്രയാണോ കിട്ടുന്നത് ആ വോൾട്ടേജാണ് തെവനിൻസ് വോൾട്ടേജ് അഥവാ VTH എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോഡ് റെസിസ്റ്റൻസ് റിമൂവ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള എല്ലാ എനർജി സോഴ്സസും അതിനെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിട്ട് കിട്ടുന്ന റെസിസ്റ്റൻസ് എത്രയാണോ അത്രയും റെസിസ്റ്റൻസ് ആണ് തെവനിൻസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേരിയസ് സ്റ്റെപ്സ് ഉണ്ട് തെവനിൻസ് തിയറംസിന്. ലെറ്റ് us go to the details of those steps. Steps to find current through a particular branch. First step is remove the load impedance through which the current is to be calculated. So first of all you have to remove the load impedance. And the second step is to find VTH, that is Thevenins voltage, and that is obtained across the open circuited terminals. And the third step is find the ZTH, that is the equivalent impedance. Sometimes it is referred to as RTH or Thevenins equivalent resistance. And it is obtained across the open circuited terminals after replacing the voltage sources by
the internal impedance and the current sources by open circuit. And fourth step is draw the equivalent circuit by connecting VTH in series with ZTH and ZL. And fifth step is find the load current using the equation IL equal to VTH divided by ZTH plus ZL. This is the steps for finding the Thevenins equivalent സർക്യൂട്ട്. അത് ഞാൻ പറഞ്ഞതുപോലെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ലോഡ് ക്വസ്റ്റ്യനിൽ ഒരു ഡയഗ്രാം തന്നിരിക്കും, അതിൻ്റെ ലോഡ് ഇമ്പിഡൻസ് ആദ്യം മാറ്റുക, അല്ലെങ്കിൽ ലോഡ് റെസിസ്റ്റൻസ് ആണെങ്കിൽ അത് മാറ്റുക. അതിനുശേഷം അത് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ടെർമിനലായി മാറും. അവിടെ ഒന്നും കണക്ട് ചെയ്യാതിരിക്കുമ്പോൾ അതൊരു ഓപ്പൺ ടെർമിനലായിട്ട് മാറും. ആ ഓപ്പൺ ടെർമിനൽ അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് തെവനിൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അതിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ VTH എന്നാണ്. അതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി തേർഡ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തെവനിൻസ് ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് RTH എന്ന് പറയും, അല്ലെങ്കിൽ AC അനാലിസിസിൻ്റെ കേസിലാണെങ്കിൽ ZTH എന്ന് പറയും. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് സോഴ്സ് എല്ലാം ഷോർട്ട് സർക്യൂട്ട് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും, കറണ്ട് സോഴ്സ് എല്ലാം ഓപ്പൺ സർക്യൂട്ട് വെച്ചിട്ടും റീപ്ലേസ് ചെയ്യും. അതിനുശേഷം ഓപ്പൺ ടെർമിനൽസിന് അക്രോസ് ഉള്ള, അതായത് ലോഡ് റെസിസ്റ്റൻസ് എവിടെയാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അതിന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് നമ്മൾ കാണും. അതാണ് ZTH അഥവാ RTH എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് VTHും കിട്ടും RTHും കിട്ടും. അതിനുശേഷം നമുക്ക് തെവനിൻസ് ഇക്വാലൻ്റ് സർക്യൂട്ട് വരയ്ക്കാം. എങ്ങനെയാണ് വരക്കുക? VTHും ZTHും സീരീസ് ആയിട്ട് വരയ്ക്കും. അതിനുശേഷം ലോഡ് റെസിസ്റ്റൻസും അതിന് സീരീസ് ആയിട്ട് വരയ്ക്കും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് തെവനിൻസ് ഇക്വാലൻ്റ് സർക്യൂട്ട് കിട്ടുന്നത്. പിന്നെ നിങ്ങളോട് ലോഡ് റെസിസ്റ്റൻസിന് ഉടനെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് IL ഈക്വൽ ടു VTH ഡിവൈഡഡ് ബൈ ZTH പ്ലസ് ZL. ഇത്രയും സ്റ്റെപ്സ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക, ഡെഫിനിഷനും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, ലെറ്റ് us go to a problem. Determine the Thevenins equivalent circuit across AB for the given circuit. See, the question contains DC sources only, and 10 ohm resistance is there, 5 ohm resistance is there, also there is a 25 volt battery. You are asked to find out the Thevenins equivalent circuit across the terminals A and B. So A, B എന്നുള്ള ടെർമിനൽസിന് അക്രോസ് ഉള്ള തെവനിൻസ് ഇക്വാലൻ്റ് സർക്യൂട്ടാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടില്ല, അതിന് പകരം അവിടെ ഓപ്പൺ ടെർമിനലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ശരിക്കും തെവനിൻസ് ഇക്വാലൻ്റ് സർക്യൂട്ട് എങ്ങനെയാണ്? VTH ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് RTH. സോ നമുക്ക് ആ ഡയഗ്രാം അവിടെ വരക്കാം. VTH ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് RTH, ദാറ്റ് ഈസ് ഷോൺ ഇൻ ദി ഫിഗർ, ആൻഡ് ദി ടെർമിനൽസ് A and B ആർ ഓപ്പൺ. ഓക്കെ, സോ ഈ കംപ്ലീറ്റ് ഇപ്പോൾ തന്നിരിക്കുന്ന കംപ്ലീറ്റ് സർക്യൂട്ട് നമുക്ക് ഈ ഒരു തെവനിൻസ് ഇക്വാലൻ്റ് സർക്യൂട്ട് വെച്ച് റീപ്ലേസ് ചെയ്യാം. സോ ദി കംപ്ലീറ്റ് സർക്യൂട്ട് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ എ വോൾട്ടേജ് സോഴ്സ് VTH ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റൻസ് RTH, where VTH is the voltage across the terminals A and B and RTH is the resistance seen into the terminals A and B. Okay, VTHും RTHും വെച്ച് റീപ്ലേസ് ചെയ്യാം. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? we have to find out what is the value of VTH, and also we have to find out the value of RTH. For that we will go to the next step. I am drawing the same circuit diagram, that is 50 volt, 10 ohm, 5 ohm and 25 volt is there, and A and B terminals are also shown. First step is, first we want to find out VTH value. For solving VTH, what we are doing is that we are applying KVL, that is Kirchhoff's voltage law, to the loop. Okay, നമ്മൾ VTH കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ലൂപ്പാണുള്ളത്, ആ ലൂപ്പിൽ നമ്മൾ KVL അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ആ ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും? അൾജിബ്രിക് സം ഓഫ് വോൾട്ടേജസ് വിൽ ബി ഈക്വൽ ടു 0 എന്നാണ് കിർച്ചോസ് വോൾട്ടേജ് ലോ പറയുന്നത്. അപ്പോൾ വി ക്യാൻ റൈറ്റ് 50 മൈനസ് 10 ഇൻറ്റു, വി ആർ അസ്യൂമിങ് ദാറ്റ് ദി കറണ്ട് I ഈസ് ഫ്ലോയിങ് ത്രൂ ദി ലൂപ്പ്. സോ വി ക്യാൻ അസ്യൂം ദാറ്റ് വി ക്യാൻ റൈറ്റ് ദി KVL ഇക്വേഷൻസ് ആസ് 50 മൈനസ് 10 ഇൻറ്റു I മൈനസ് 5 ഇൻറ്റു I മൈനസ് 25 ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാമെന്ന് എല്ലാവർക്കും അറിയാൻ കഴിയും, കാരണം ഇത്ര നേരം മെഷ് അനാലിസിസിലും മെഷ് അനാലിസിലൊക്കെ ഇതൊക്കെ തന്നെയാണ് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ KVL റൂൾ അനുസരിച്ചിട്ട് 50 മൈനസ് 10I മൈനസ് 5I മൈനസ് 25 ഈക്വൽ ടു 0. ഓക്കെ, 50 എന്ന് പറയുന്നത് പോസിറ്റീവാണ്, പോസിറ്റീവ് ടെർമിനലിലേക്ക് പോകുന്നു. 10 കറണ്ട് ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ പാസ് ചെയ്യുന്നുണ്ട്, മൈനസ് 10I എന്ന് വരും. 5 ഓമിൻ്റെ കേസിൽ മൈനസ് 5I എന്ന് വരും. നെക്സ്റ്റ് പോകുന്നത് 25 വോൾട്ടിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്കാണ് കറണ്ടിൻ്റെ ഡിറക്ഷൻ, അതുകൊണ്ട് മൈനസ് 25 എന്ന് വരും. അപ്പോൾ സോ വി ക്യാൻ റൈറ്റ് I വിൽ ബി ഈക്വൽ ടു 5/3, ദാറ്റ് ഈസ് ഈക്വൽ ടു 1.67 ആംപിയർ. നമുക്ക് അതുകൊണ്ട് ഈ ലൂപ്പിലുള്ള കറണ്ട് I കിട്ടി. ഫസ്റ്റ് വി ഗോട്ട് ദി കറണ്ട് വാല്യൂ 1.67. ആക്ച്വലി വാട്ട് വി ആർ ഇൻട്രസ്റ്റഡ് ടു ഫൈൻഡ് ഔട്ട് ഈസ് വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദി വോൾട്ടേജ് അക്രോസ് ദി ടെർമിനൽസ് A and B. A, B എന്നുള്ള ടെർമിനൽസ് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ലെറ്റ് us denote that VAB.
ആൻഡ് ദാറ്റ് VAB വിൽ ബി ഈക്വൽ ടു VTH. അതാണ് തെവനിൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അതായത് എവിടെയാണോ ലോഡ് ഇമ്പിഡൻസ് കണക്ട് ചെയ്തിരിക്കുന്നത് അതിന് അക്രോസ് ഉള്ള ആ ലോഡ് ഇമ്പിഡൻസ് മാറ്റിയതിന് ശേഷം അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് തെവനിൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ VAB ആണ് VTH. ഇവിടെ ലോഡ് ഇമ്പിഡൻസ് ക്വസ്റ്റ്യനിലെ കണക്ട് ചെയ്തിട്ടില്ല, പക്ഷേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതിന് അക്രോസ് ഉള്ള തെവനിൻസ് ഇക്വാലന്റ് സർക്യൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ VAB ആണ് നമ്മുടെ VTH. അപ്പോൾ VAB എന്ന് പറയുന്നത് എന്താണ്? VAB ആ എക്കും ബിക്കും ഇടയിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഏതിനൊക്കെ അക്രോസുള്ള വോൾട്ടേജിന് ഈക്വൽ ആണ്? 50 വോൾട്ടിന് അക്രോസുള്ള വോൾട്ടേജും 10 ഓമിന് അക്രോസുള്ള വോൾട്ടേജിന് ഈക്വൽ അല്ലേ? അല്ലെങ്കിൽ 5 ഓമിനും 25 വോൾട്ടിന് അക്രോസുള്ള വോൾട്ടേജിന് ഈക്വൽ ആണ് അല്ലേ? അതൊരു ലൂപ്പായി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ VAB അടക്കം 50 വോൾട്ടും 10 ഓമും VAB അടക്കം നമ്മളൊരു ലൂപ്പായി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും. സോ വി ക്യാൻ അപ്ലൈ KVL again KVL can be applied to find VAB, that is equal to 50 minus 10i minus VAB equal to 0. ഈ ഇക്വേഷൻ എഴുതാൻ വേണ്ടി നമ്മൾ ഏത് ലൂപ്പാണ് കൺസിഡർ ചെയ്യുന്നത്? 50യും 10 ഓമും VABയും ഉള്ള ലൂപ്പാണ് കൺസിഡർ ചെയ്യുന്നത്. കംപ്ലീറ്റ് ലൂപ്പല്ല കൺസിഡർ ചെയ്യുന്നത്. VAB ആണ് എക്കും ബിക്കും അക്രോസുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വോൾട്ടേജ് എന്ന് പറയുന്നത് 50 minus 10iക്ക് ഈക്വൽ ആണ്. സോ 50 minus 10i minus VAB equal to 0. 50 minus 10i equal to VAB, and we got the value of I as 1.67. So we can substitute the value of I in this equation. So we will get VAB equal to 33.3 volt. VAB തന്നെയാണ് VTH. So we got the value of Thevenins voltage VTH. Next step is we have to find out RTH, that is Thevenins equivalent resistance. അതിനെന്താ ചെയ്യേണ്ടത്? ഇതാണ് നമ്മുടെ സർക്യൂട്ട്. Thevenins equivalent resistance കണ്ടുപിടിക്കാൻ ഉള്ള റൂൾ എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും ഇടയിലുള്ള റെസിസ്റ്റൻസ് ആണ് RTH. ഓക്കെ, RTH കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ സർക്യൂട്ടിലുള്ള എല്ലാ വോൾട്ടേജ് സോഴ്സസിനെയും കറണ്ട് സോഴ്സിനെയും അതിന് ഇന്റേണൽ ഇമ്പിഡൻസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. വോൾട്ടേജ് സോഴ്സിന് അതുകൊണ്ട് തന്നെ വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ടായിട്ടും റീപ്ലേസ് ചെയ്യും, കറണ്ട് സോഴ്സിനെ ഓപ്പൺ സർക്യൂട്ടായിട്ട് റീപ്ലേസ് ചെയ്യും. ഹിയർ 50 volt and 25 volt are voltage source. We can replace it with a short circuit. So the circuit diagram will look like this. So here in between terminals A and B we denote RTH, and here voltage source is replaced by short circuit, and again here 25 volt is replaced with another short circuit. That is I am drawing it as a straight line. Okay, 50 volt and 25 volt are not there. So this is the circuit diagram to find out RTH, and this can be redrawn like this. Okay, in that 10 ohm and 5 ohm are in parallel. So once two resistors are in parallel, we can find out the resistance. RTH will be equal to 10 into 5 by 15, that is equal to 3.33 ohm. So we got the value of VTH and RTH. Then we can draw the Thevenins equivalent circuit. That is 33.3 volt is the VTH value and 3.33 is the RTH value. Both are connected in series. So we got the Thevenins equivalent circuit. So this is the Thevenins equivalent circuit. Okay. Next we can do another problem. Find the current through 2 ohm resistance using Thevenins theorem. So 10 volt battery is there, 4 ohm resistance is there, 6 ohm resistance is there, 2 ohm resistance is there, and you are asked to find out the current through the 2 ohm resistor. That is the load resistance is 2 ohm resistance. So first step is remove the load resistance 2 ohm. Then the circuit become, when we are removing the 2 ohm resistance, the circuit will look like this. That is 10 volt, 4 ohm, 6 ohm, but there is no 2 ohm resistance. Instead of that is VTH is marked. Okay, അതായത് 2 ഓമിലൂടെ തന്നെയുള്ള കറണ്ടാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ സ്റ്റെപ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ലോഡ് റെസിസ്റ്റൻസ് ആയിട്ട് 2 ഓമിനെ കൺസിഡർ ചെയ്യണം. 2 ഓമിനെ ആ പോയിന്റിൽ നിന്ന് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ അതൊരു ഓപ്പൺ ടെർമിനലായി മാറും. ആ ഓപ്പൺ ടെർമിനൽ അക്രോസുള്ള വോൾട്ടേജ് ആണ് എന്ത്? VTH എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളവിടെ 2 ഓമിനെ അക്രോസ് VTH എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ VTH ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫോർ ഫൈൻഡിങ് ഔട്ട് VTH, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് VTH? ആ സർക്യൂട്ടിനെ നമുക്ക് ഈ രീതിയിൽ മാറ്റി വരച്ചെടുക്കാം. ഓക്കെ, VTH is the voltage drop across 6 ohm. Okay, VTH എന്ന് പറയുന്നത് 6 ഓമിന് അക്രോസ് ഉള്ള ടെർമിനൽസ് അല്ലേ? അപ്പോൾ VTH എന്ന് പറയുന്നത് 6 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. സോ യു ക്യാൻ സീ ദാറ്റ് ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, 2 റെസിസ്റ്റേഴ്സ് സീരീസ് ആയി കണക്ട് ചെയ്തതിന് ഈക്വൽ ആണ്. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് 6 ohm റെസിസ്റ്റർ ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ബൈ ദി വോൾട്ടേജ് ഡിവൈഡർ റൂൾ. സോ VTH will be equal to 10 into 6 by 6 plus 4. So VTH is equal to 6 volt. ഇത് വോൾട്ടേജ് ഡിവൈഡർ റൂൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ സർക്യൂട്ട് ഡയഗ്രം നോക്കുമ്പോൾ 4 ഓമും 6 ഓമും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതിൽ 6 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് നിങ്ങളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു വോൾട്ടേജ് സോഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വോൾട്ടേജ് ഡിവൈഡർ റൂൾ വെച്ചിട്ട് 6 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാം.
അതിൻ്റെ റൂൾ എന്താണ്? 6 ഓമിന് അക്രോസുള്ള വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് 10 വോൾട്ട് ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 4 + 6. ഓക്കെ, അതാണ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് VTH 6 വോൾട്ട് എന്ന് കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? RTH ആണ് കണ്ടുപിടിക്കേണ്ടത്. RTH കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? നമ്മൾ ലോഡ് റെസിസ്റ്റൻസ് മാറ്റി, അത് തന്നെയാണ് ടെർമിനൽ. പിന്നെ വോൾട്ടേജ് സോഴ്സിന് എന്തായിട്ട് മാറ്റണം? ഷോർട്ട് സർക്യൂട്ടാക്കി മാറ്റണം. അങ്ങനെ വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ടാക്കി മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്ന സർക്യൂട്ടാണ് താഴെ തന്നിരിക്കുന്നത്. ഓക്കെ, ഹിയർ 10 volt battery is removed by a short circuit and 4 ohm and 6 ohm are connected, and RTH is RTH is the Thevenins equivalent resistance. So we can find out that 6 ohm and 4 ohm are connected in parallel. So RTH can be 6 into 4 by 6 plus 4, that is equal to 24 by 10, that is equal to 2.4 ohm. Okay, RTH കണ്ടുപിടിക്കാൻ എന്താ നമ്മൾ ചെയ്യുന്നത്? ആദ്യം തന്നെ സർക്യൂട്ടിലുള്ള 2 ohm ലോഡ് ഇമ്പിഡൻസ് മാറ്റി, അപ്പോൾ അതിനെ ക്രോസുള്ള റെസിസ്റ്റൻസ് ആണ് RTH. പക്ഷേ അതിന് മുമ്പ് എന്ത് ചെയ്യണം? വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് വെച്ച് റീപ്ലേസ് ചെയ്യണം. അതിവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഷോർട്ട് സർക്യൂട്ട് വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ എന്താവും? 4 ohmഉം 6 ohmഉം പാരലായിട്ടാണ് കണക്ട് ചെയ്യപ്പെടുക. അങ്ങനെയാകുമ്പോൾ RTH എന്ന് പറയുന്നത് 2 resistors are connected in parallel. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 6 into 4 by 6 plus 4, that is equal to 2.4 ohm. അങ്ങനെ നമുക്ക് എന്തൊക്കെ കിട്ടി? VTHഉം കിട്ടി, RTHഉം കിട്ടി. അപ്പോൾ തെവനിൻസ് ഇക്വാലന്റ് സർക്യൂട്ട് വരച്ചുകൂടെ? എങ്ങനെയാണ്? VTH കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് RTH ആണ് തെവനിൻസ് ഇക്വാലന്റ് സർക്യൂട്ട്. അപ്പോൾ VTH is connected in series with RTH and RL is also connected. So 6 volt is VTH value, 2.4 ohm is RTH value, and RL is 2 ohm resistance value. And this is the Thevenins equivalent circuit. Okay, ക്വസ്റ്റനിൽ ലോഡ് റെസിസ്റ്റൻസ് ആയ 2 ohm കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ VTHനും RTHനും ശേഷം 2 ohm കണക്ട് ചെയ്തിരിക്കുന്നത്. സപ്പോസ് ക്വസ്റ്റനിൽ അങ്ങനെ ലോഡ് റെസിസ്റ്റൻസ് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളത് ഓപ്പൺ ടെർമിനലാക്കിയിട്ട് തന്നെ വെക്കുക. ഓക്കെ, നെക്സ്റ്റ് you are asked to find out the load current through the 2 ohm resistance. So load current can be found out by IL equal to VTH divided by RTH plus RL. ഇത് സ്റ്റെപ്സ് തെവനിൻസ് തിയറം പറഞ്ഞിരിക്കുമ്പോൾ തന്നെയുള്ള സ്റ്റെപ്സിൽ ഈ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? IL will be equal to VTH divided by RTH plus RL. അത് സിമ്പിൾ ഓംസ് ലോ ആണിത്. KVL അപ്ലൈ ചെയ്തിട്ടുള്ള സിമ്പിൾ ഓംസ് ലോ ആണ്. കാരണം 2 ohmന് ഉടനെയുള്ള കറണ്ട് എന്ന് പറയുന്നത് ഇതൊരു സീരീസ് സർക്യൂട്ടാണ്. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് രണ്ടിലുടനെയുള്ള കറണ്ട് സെയിം ആയിരിക്കും. അപ്പോൾ കറണ്ട് വിൽ ബി ഈക്വൽ ടു ഓംസ് ലോ ഉപയോഗിച്ചിട്ട് എന്താണ്? വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. സോ 6 ഡിവൈഡഡ് ബൈ 2.4 പ്ലസ് 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 1.36 ആംപിയർ. അതാണ് ലോഡ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തെവനിൻസ് തിയറം വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. സ്റ്റെപ്സ് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് പോയാൽ മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലമാണ്. നിങ്ങൾക്ക് എളുപ്പത്തിലൊരു 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും തന്നെ നമ്മൾ പറഞ്ഞത് DC സർക്യൂട്ടിൻ്റെ കേസാണ്. DC വോൾട്ടേജ് സോഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വി വിൽ ഗോ ടു AC സർക്യൂട്ട്. AC സർക്യൂട്ടിൻ്റെ കേസിലാണെങ്കിൽ AC വോൾട്ടേജ് സോഴ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇമ്പിഡൻസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇത്ര നേരം റെസിസ്റ്റൻസ് ആണ് കൺസിഡർ ചെയ്തത്. നെക്സ്റ്റ് കേസിൽ എന്ത് ചെയ്യണം? AC സർക്യൂട്ട് യൂസ് ചെയ്യുമ്പോൾ ഇമ്പിഡൻസസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ തെവനിൻസ് തിയറം ഫോർ AC നെറ്റ്വർക്ക്. തിയറം ഈസ് സെയിം ആസ് ബിഫോർ ആൻഡ് സ്റ്റെപ്സ് ആർ ഓൾസോ സെയിം and equivalent circuit can be drawn like this, that is VTH, AC symbol is given, and then instead of RTH it is given as ZTH, and the terminals A and V are open. If there is a load resistance, you can connect it as a ZL. Okay, so first question is, for the circuit shown below, find the current through ZL using Thevenins theorem. This is 10 angle 0, that is a voltage source, and impedances are 2 plus 2j, 4 minus 4j, and 3 plus 3j. It is given that load impedance is 4 minus 4j, that is ZL. Okay, so first step is you have to find out VTH. For that we have to remove load impedance ZL, and second step is you have to find out RTH. Okay, so this is the question figure. First figure is the figure in questions, and the second for finding out VTH we have to remove the load impedance. What is the load impedance? 4 minus 4j is the load impedance, that is given as ZL. So once we removed ZL, the circuit diagram will look like this. Okay, that is the circuit diagram shown at the lower part. That is 10 angle 0 and 2 plus 2j is there, 3 plus 3j is there, but ZL is not there. So the terminals will be open and voltage can be marked as VTH. So we have to find out VTH. Okay, what is the voltage VTH? That is the Thevenins equivalent voltage. So we can find that VTH is the voltage across 3 plus 3j ohm. Correct? VTH എന്നുള്ള ടെർമിനൽ 3 plus 3j ohmന് അക്രോസ് അല്ലേ? 3. ഓക്കെ, അതുപോലെ തന്നെ VTH എന്നുള്ള ടെർമിനൽസ് 10 angle 0നും 2 plus 2j എന്നുള്ള സീരീസ് കോമ്പിനേഷനും അക്രോസ് ആണ്. അപ്പോൾ VTH കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് VTH will be equal to voltage drop across 3 plus 3j. സർക്യൂട്ട് ഡയഗ്രം ഇവിടെ വരച്ചിട്ടുണ്ട് റൈറ്റ് സൈഡിൽ. നമുക്ക് എളുപ്പത്തിൽ നോക്കാൻ വേണ്ടിയിട്ട് അതിൽ 2 plus 2j ഉണ്ട്, 3 plus 3j ഉണ്ട്.
10 angle 0 ഉണ്ട്. So VTH is the voltage drop across 3 plus 3J. What is the voltage drop across 3 plus 3J? We can apply voltage divider rules. You can see that 2 plus 2J and 3 plus 3J are connected in series. So you can simply apply voltage divider rule in order to find out the voltage drop across 3 plus 3J. So we can write VTH will be equal to 10 angle 0 into 3 plus 3J divided by 3 plus 3J plus 2 plus 2J. So that will be equal to 10 into 10 angle 0 can be written as in the rectangular form as cos 0 plus j sin 0. Okay. So 10 into cos 0 plus j sin 0 into 3 plus 3j divided by, at the denominator side they can be added, that is 5 plus 5j. So again it will be equal to 10 into 3 plus 3j divided by 5 plus 5j. You can use calculator in order to solve this, or you can simply use mathematical procedure, but it will be a lengthy procedure. I have given the steps in this slide, but it is better to do with calculator, then you can save the time. Okay. ഇവിടെ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഞാനിവിടെ മാത്തമാറ്റിക്കൽ പ്രൊസീജിയർ വെച്ച് ചെയ്യുകയാണെങ്കിൽ 3 plus 3J എങ്ങനെ മാറ്റാൻ പറ്റും? പോളാർ ഫോമിലേക്ക് മാറ്റിയിട്ട് ചെയ്യാം. പോളാർ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് 3 plus 3Jയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 3 square plus 3 square. അത് √18 ആണ്. ദാറ്റ് ഈസ് ഇക്വൽ ടു 4.24 ആണ്. പിന്നെ ആംഗിൾ കണ്ടുപിടിക്കാൻ പോളാർ ഫോമിലേക്ക് മാറുമ്പോൾ ആംഗിൾ കണ്ടുപിടിക്കാൻ ടാൻ ഇൻവേഴ്സ് 3/3 എന്ന് വരും. അത് ഈക്വൽ ടു π/4 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ 3 plus 3J ഈക്വൽ ടു 4.24 ആംഗിൾ π/4. പക്ഷേ സിമ്പിളായിട്ട് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും ഈ വാല്യൂ തന്നെ. ഇനി 5 plus 5Jക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അതേ പ്രൊസീജിയറിൽ ചെയ്യുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളാർ ഫോം 7.07 ആംഗിൾ π/4 ആണ്. അപ്പോൾ അത് രണ്ടും നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 10 into 4.24 ആംഗിൾ π/4 ഡിവൈഡ് ബൈ 7.07 ആംഗിൾ π/4. ഇപ്പോൾ ഡിവിഷനാണ്, രണ്ട് പോളാർ ഫോമിൻ്റെ ഡിവിഷനാണ് നടക്കുന്നത്. അപ്പോൾ ഡിവിഷൻ നടക്കുമ്പോൾ എന്താണ്, ആംഗിൾസ് തമ്മിൽ മാഗ്നിറ്റ്യൂഡ് തമ്മിൽ ഡിവൈഡ് ചെയ്യാം, പക്ഷേ ആംഗിൾസ് തമ്മിൽ മൈനസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് 6 angle 0 degree എന്ന് കിട്ടും. 6 angle 0 എന്ന് പറയുമ്പോൾ നമുക്ക് പോളാർ ഫോമിലെ വീണ്ടും റെക്ടാങ്കുലർ ഫോമിലേക്ക് മാറ്റുമ്പോൾ 6 plus 0J. അതിന് യൂസ് ചെയ്യുന്ന ഫോമിൽ എന്താണ് 6 into cos 0 plus j into sin 0 അതാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ VTH നിങ്ങൾക്ക് കിട്ടി 6 plus 0J. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ZTH ആണ് കണ്ടുപിടിക്കേണ്ടത്. ZTH കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക, ലോഡ് ഇമ്പിഡൻസ് മാറ്റിയതിന് ശേഷം വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പോൾ VTHന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നത്, RTH ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ RTH എന്ന് അവിടെ എഴുതുക. 10 angle 0 ഷോർട്ട് സർക്യൂട്ട് വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയഗ്രം എങ്ങനെ വരിക, കറസ്പോണ്ടിങ് ഡയഗ്രം വിൽ ലുക്ക് ലൈക്ക് ദിസ്. ഓക്കെ. VTH will be replaced by a short circuit. So 2 plus 2J and 3 plus 3J are connected in parallel. So ZTH can be find out in a manner. ZTH will be equal to 2 plus 2J into 3 plus 3J divided by 2 plus 2J plus 3 plus 3J. See, രണ്ട് ഇമ്പിഡൻസസ് പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, സപ്പോസ് Z1 and Z2 are connected in parallel, then its effective impedance will be Z1 Z2 by Z1 plus Z2. So we can directly substitute the value of Z1 and Z2. So we will get ZTH. So ZTH will be equal to 12J divided by 5 plus 5J. Calculator വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ZTH will be equal to 1.2 plus 1.2J. And so we got VTH value and ZTH value, and the Thevenins equivalent circuit can be drawn like this. That is, VTH is connected in series with ZTH. Also the load impedance is 4 minus 4J, that is marked as ZL. So this is the Thevenins equivalent circuit. Don't forget to draw the Thevenins equivalent circuit after getting VTH and ZTH. Okay. Then you are asked to find out the current through the load impedance ZL, that is IL. IL equal to VTH divided by ZL plus ZTH. That is simple Ohm's law. That is equal to 6 plus 0J divided by 1.2 plus 1.2J plus 4 minus 4J. I forgot to write plus symbol in between these two impedances, that is ZL and ZTH. But I have made the calculations correct. You put a plus sign in between ZL and ZTH. Okay. So you got the answer as 0.894 plus 0.48J. That is the answer. അതായത് IL കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് VTH by ZL plus ZTH എന്നുള്ള ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. VTHൻ്റെ വാല്യൂ നമുക്കറിയാം, ZLൻ്റെ വാല്യൂ നമുക്കറിയാം, ZTHൻ്റെ വാല്യൂ അറിയാം. സിമ്പിളായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കിട്ടും 0.894 plus 0.48J. That is the solution. And next is another question. That is, for the circuit shown in figure, determine the Thevenins equivalent between the output terminals. ഇതാണ് ക്വസ്റ്റ്യൻ. 50 angle 0 degree. ഇവിടെ 3 റെസിസ്റ്റൻസ് ഉണ്ട്, കപ്പാസിറ്റൻസ് ഉണ്ട്, ഇൻഡക്റ്റൻസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്.
ഈ സർക്യൂട്ടിൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സർക്യൂട്ടിന് ഇമ്പിഡൻസ്, അതായത് ഇതൊരു AC സർക്യൂട്ടാണ്. അപ്പോൾ ഇതിന് ഇമ്പിഡൻസ് നമ്മൾ നോക്കണം. അത് സെഡ് ആണ് ഉണ്ടാവുക, റെസിസ്റ്റൻസിന് പകരം സെഡ് ആണ്, ഇമ്പിഡൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇമ്പിഡൻസ് സർക്യൂട്ട് വരക്കണം. 3യും റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമ്പിഡൻസ് എന്താണ്? 3 - 4j. അത് ഫസ്റ്റ് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമ്പിഡൻസ് എന്താ? 4 + 6j. നെക്സ്റ്റ് ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും സീരീസ് ആയിട്ട് കണക്ട്, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമ്പിഡൻസ് എന്താ? 5j + -4j, that is equal to j. So the impedance circuit will look like this. Okay, if you are given by a circuit diagram that contains a series combination of resistance, capacitance or inductors, first of all you have to draw the impedance circuit, then only it will be easier for you to solve the problem. Okay, so the circuit diagram will look like this: 50 ∠0, 3 - 4j, 4 + 6j, and j, and the output terminals are A and B. Here load resistance is not connected. Then you are asked to find out the Thevenins equivalent circuit. So the steps are similar. First you have to find out VTH, then you have to find out RTH, and VTH can be find out from the open terminals A and B. So in order to find VTH, what is the value of VTH? VTH is the voltage drop across 4 + 6j, right? ചിലപ്പോൾ നിങ്ങൾക്കൊരു സംശയം എന്താണ്, VTH എന്ന് പറയുമ്പോൾ J എന്നുള്ള പാർട്ടും കൂടി ഇൻക്ലൂഡ് ചെയ്യപ്പെടില്ലേ? നോ, കാരണം എന്ന് വെച്ചാൽ ഈ J എന്നുള്ളത് ഓപ്പൺ ടെർമിനൽസിലാണ് പോകുന്നത്, അതിലൂടെ ഒരു കറണ്ടും ഫ്ലോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ VTH നോക്കുമ്പോൾ J എന്നുള്ള പാർട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. പകരം VTH എന്ന് പറയുന്നത് ഏതിന് അക്രോസുള്ള വോൾട്ടേജ് ആണ്? 4 + 6j അക്രോസുള്ള വോൾട്ടേജ് ആണ്, റൈറ്റ്? 4 + 6j അക്രോസുള്ള വോൾട്ടേജ് ആണ് VTH. കാരണം എന്താണ്? J എന്നുള്ള VTH എന്ന് പറയുന്നത് J എന്നുള്ള അക്രോസുള്ള വോൾട്ടേജും 4 + 6j അക്രോസുള്ള വോൾട്ടേജ് ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ J എന്നുള്ളത് ഓപ്പൺ ടെർമിനലാണ്, അതിലൂടെ ഒരു കറണ്ടും ഫ്ലോ ചെയ്യുന്നില്ല. അതുകൊണ്ട്, കാരണം A, B എന്നുള്ള ടെർമിനൽസ് ഓപ്പൺ ആണല്ലോ, അതിലൂടെ ഒരു കറണ്ടും ഫ്ലോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ VTH എന്ന് പറയുന്നത് 4 + 6j ഓമിന് അക്രോസുള്ള വോൾട്ടേജ് ആണ്. പക്ഷേ 4 + 6j ഓമിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഏതുകൊണ്ടുള്ള കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്? 50 ∠0° എന്നുള്ള വോൾട്ടേജ് സോഴ്സ് എന്നുള്ള കറണ്ട് 4 + 6j ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ VTH എന്ന് പറയുന്നത് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് 4 + 6j ആയിരിക്കും. സോ VTH is the voltage drop across 4 + 6j ohm. So VTH can be find out by, you know that 3 - 4j and 4 + 6j are connected in series. So you can apply voltage divider rule. So VTH will be equal to 50 ∠0 into 4 + 6j divided by 3 - 4j plus 4 + 6j, and the calculation will give you the value of VTH as VTH will be equal to 49.5 angle 40.35°. You should know the conversion from rectangular to polar form and polar form to rectangular form, then only you can solve this type of problems. Okay, you should study it. You can use calculators, so you can simply get the values. Okay, to find next, first we got the value of VTH, then we have to find out ZTH. In order to find out ZTH, what we have to do is we have to short circuit the voltage sources. So we will get the diagram, circuit diagram like this. In this circuit diagram, 3 - 4j and 4 + 6j are connected in series, is connected in parallel. So when we will get the value of ZTH as j plus 3 - 4j into 4 + 6j divided by 3 - 4j plus 4 + 6j. You can see that ZTH is the series combination of j with parallel combination of 3 - 4j and 4 + 6j. അതായത് ZTH എന്ന് പറയുന്ന ടെർമിനൽസിലൂടെ നമ്മൾ നോക്കുമ്പോൾ 4 + 6jയും 3 - 4jയും പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം അതിനെ നമ്മൾ സോൾവ് ചെയ്യണം. ആ പാരലൽ കോമ്പിനേഷൻ പിന്നെ എന്തിന് ജെക്ക് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ZTH എന്ന് പറയുന്നത് ജെയുടെയും ബാക്കി രണ്ട് ഇമ്പിഡൻസിനെയും സമ്മാണ്. ഓക്കെ, അപ്പോൾ ZTH can be find out by simple substitution, and substitution steps are given here. You can go through the steps, and you can simply use calculator in order to solve this, and you can avoid lengthy procedure. So you will get the value of ZTH as ZTH will be equal to 4.83 minus 0.095 J. So ZTH will be equal to 4.83 angle minus 1.13 degree. So Thevenins equivalent circuit can be drawn like this. That is VTH is connected in series with ZTH.
and A and B are open circuited terminals. This is all about Thevenins theorem. You can go through the steps. You can easily solve this circuit. It's an important question in the case of university examination. So study it well. Okay.